അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ഏപ്രിൽ മാസം 17-ാം തീയതി ഖുലിൽ ഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുക എന്ന ആഹ്വാനമാണ് UAE ജുമുഅ ഖുത്ബ. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അവൻ ചെയ്തു തന്ന വിവിധങ്ങളായ അനുഗ്രഹങ്ങളുടെ പേരിൽ അവനെ സ്തുതിക്കുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് പ്രതിബദ്ധതയുള്ളവരുടെ മാർഗമാണ്, സൂക്ഷ്മാലുക്കളുടെ രീതിയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുവഴി നിങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാവാം. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പവിത്ര നാമങ്ങളിലും ഉന്നതമായ വിശേഷണങ്ങളിലും നാം അൽ ഹമീദ് എന്ന ഒരു വിശേഷണം കേൾക്കാറുണ്ട്. കർമ്മങ്ങളിലും വിശേഷണങ്ങളിലും അസ്തിത്വത്തിലുമെല്ലാം സ്തുതിക്കപ്പെടുന്നവനും പ്രശംസിക്കപ്പെടുന്നവനുമെന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു നമുക്കെന്തെല്ലാം നൽകിയോ അവയുടെ പേരിലും, നമുക്കെന്തെല്ലാം അവൻ തടഞ്ഞു വെച്ചുവോ അവയുടെ പേരിലുമെല്ലാം അവൻ സ്തുതിക്കപ്പെടുകയാണ്. അവൻ്റെ എല്ലാ വിധികളിലും തീരുമാനങ്ങളിലും അവൻ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹംദിനെ അള്ളാഹുവിന് ഇഷ്ടമാണ്, അവനത് തൃപ്തിപ്പെടുന്നവനാണ്. ഹംദ് പറയപ്പെടുന്നത് അവനിഷ്ടവുമാണ്. ഒരിക്കൽ അസ്വദ് ബിൻ സരീഅ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഇന്ന് അള്ളാഹുവിനെ അവൻ അർഹിക്കുന്ന ചില സ്തുതികൾ കൊണ്ട് പ്രകീർത്തിക്കുകയുണ്ടായി. ഉടനെ പ്രവാചകർ പറഞ്ഞു, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, എന്നാൽ അറിഞ്ഞുകൊള്ളുക, താങ്കളുടെ രക്ഷിതാവിന് അവനെ സ്തുതിക്കുന്നത് ഇഷ്ടമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നാൽ ആദരവോടെ, ബഹുമാനത്തോടെ, ഇഷ്ടത്തോടെ അവൻ്റെ നന്മകൾ ഓർക്കലാണ്, സ്മരിക്കലാണ്, പ്രകീർത്തിക്കലാണ്. നമ്മുടെ സ്തുതികൾ ഏറ്റവും അർഹിക്കുന്നത് രക്ഷിതാവായ അള്ളാഹുവാണ്. നാം ഏറ്റവും കൂടുതൽ കൃതജ്ഞതപ്പെട്ടിരിക്കുന്നതും അള്ളാഹുവിനോട് തന്നെ. ജീവിതത്തിലെ ഏതേതു കാര്യങ്ങളെടുത്തു നോക്കിയാലും ഗാംഭീര്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ആദരവ് കൊണ്ട്, ഔദാര്യം കൊണ്ട് അള്ളാഹുവാണ് നമ്മുടെ സ്തുതിയും കൃതജ്ഞതയും അർഹിക്കുന്നത്. നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, വലാ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഹംദു മിനല്ലാഹ് വദാലിക അന്നഹു ഹമിദ നഫ്സഹ്, അള്ളാഹുവിനോളം സ്തുതികൾ ഇഷ്ടപ്പെടുന്ന മറ്റാരുമില്ല. കാരണം അള്ളാഹു സ്വന്തത്തെ തന്നെ വിശുദ്ധ ഖുർആനിൽ സ്തുതിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 20-ലധികം സ്ഥലങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നമുക്ക് കാണാനാവും. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 5 അധ്യായങ്ങൾ ആരംഭിക്കുന്നതു തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ സമഗ്രമായ കൈകാര്യകർത്തൃത്വത്തെ, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ പരിപാലനത്തെ പരാമർശിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ അതിവിദഗ്ധമായ നിർമ്മാണ വൈഭവത്തെയും മഹത്തായ ഔദാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ അൻആം ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ എന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു ഖുർആനിൻ്റെ തിരുവെളിച്ചം കൊണ്ടും വഹി എന്ന നേർമാർഗം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ, തൻ്റെ ദാസന് വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആ വേദഗ്രന്ഥത്തിൽ
ഒരു തരത്തിലുള്ള വക്രതയും അവൻ വരുത്തിയിട്ടുമില്ല. അള്ളാഹുവിൻ്റെ സമഗ്രമായ അധികാരത്തെയും സമ്പൂർണമായ യുക്തിമതിത്വത്തെയും വിശാലമായ അറിവിനെയും പ്രകീർത്തിച്ചുകൊണ്ട് സൂറത്തു സബഇൻ്റെ ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹകീമുൽ ഖബീർ. ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമയായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. പരലോകത്തും സ്തുതികൾ അവനു തന്നെയാണ്. അവൻ യുക്തിമാനാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ചും അവൻ്റെ കൃത്യമായ നിയന്ത്രണത്തെക്കുറിച്ചും അപാരമായ ശക്തിയെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് സൂറത്തു ഫാത്തിർ അള്ളാഹു ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. 2, 3, 4 ചിറകുകളുള്ള മലക്കുകളെ അവൻ ദൂതന്മാരായി നിയോഗിച്ചു. അവൻ്റെ സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. രക്ഷിതാവായ അള്ളാഹു ഏറെ പരിശുദ്ധനാണ്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവയൊക്കെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായി യാതൊന്നുമില്ല. സത്യവിശ്വാസികളെ, നമ്മുടെ ഒട്ടുമിക്ക ആരാധനകളിലും നാം ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരമെടുക്കുക. ഓരോ നിസ്കാരത്തിൻ്റെയും ആരംഭത്തിൽ ഓരോ ദിവസവും ചുരുങ്ങിയത് 17 തവണ നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിലെ റുക്കൂഇൽ നിന്നുയരുമ്പോൾ അള്ളാഹു നമ്മുടെ സ്തുതികൾ കേൾക്കുന്നു എന്ന ബോധ്യത്തോടെ നാം സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന് പറയുന്നു. നാം ഓരോ ദിവസവും അള്ളാഹുവുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ ഈ സംഭാഷണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് നമ്മുടെ ഹൃദയം തുറപ്പിക്കുന്ന സംഭാഷണമാണ്. നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്ന സംസാരമാണ്. എപ്പോഴും ഓരോ മനുഷ്യനെയും അവൻ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹ ഐശ്വര്യങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർമ്മപ്പെടുത്തുന്ന സവിശേഷമായ ഒരഭിമുഖമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിൽ സന്തോഷകരമായ വല്ലതും നാം കാണുമ്പോൾ നാം അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അള്ളാഹുവിനാണ് സർവസ്തുതികളും, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ പൂർത്തിയാവുന്നത് എന്നു പറയണം. ഇനി അനിഷ്ടകരമായ വല്ലതും നാം കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥാവിശേഷങ്ങളിലും സ്തുതികളെല്ലാം അള്ളാഹുവിനാണ് എന്നും നാം പറയണം. ഇത് നമ്മുടെ പ്രവാചകരു പഠിപ്പിച്ചതാണ്, പ്രവാചകരുടെ ചര്യയാണ്. സത്യവിശ്വാസി സന്തോഷവേളകളിൽ നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്നാൽ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണ് സദാസമയവും വിശ്വാസിയുടെ ഹൃദയം അള്ളാഹുവുമായി ബന്ധം നിലനിർത്തുന്നത്. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ നിന്ന് അശ്രദ്ധനാകുവാനോ മാറി നിൽക്കുവാനോ വിശ്വാസിക്കു കഴിയില്ല. സത്യവിശ്വാസികളെ, നമ്മുടെ മക്കളിൽ നാം നട്ടുപിടിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്ന് അവരെപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ശീലമുള്ളവരാവുക എന്നതാണ്. രാവിലെയും വൈകുന്നേരവും
അന്നപാനാദികൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴുമെല്ലാം അവർ ഹംദു പറയുന്നവരാവണം. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ ലയർദ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ല ഫയഹ്മദഹു അലൈഹ ഔ യശ്റബ ശർബ ഫയഹ്മദഹു അലൈഹ. ഒരടിമ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയോ വല്ലതും കുടിക്കുകയോ ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കേൾക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, തൃപ്തികരമാണ്. അള്ളാഹു അവർക്കായി ഒരുക്കിയിരിക്കുന്ന അറിവിൻ്റെയും വിജ്ഞാന സമ്പാദനത്തിൻ്റെയും മാർഗങ്ങളുടെ പേരിൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. അത് പ്രവാചകന്മാരുടെ രീതിയാണ്. ഖുർആൻ പരാമർശിക്കുന്നത് നോക്കൂ, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നാം അറിവ് നൽകി. അവരിരുവരും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസികളായ തൻ്റെ അടിമകളിൽ മറ്റു പലരേക്കാളും ഞങ്ങൾക്കു ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമ്മുടെ മക്കൾക്ക് വല്ല വിജയവും നേടാനായാൽ അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയാൻ നാം അവരെ പഠിപ്പിക്കണം. പുതുതായി വല്ല അറിവും അവർ നേടിയെടുക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, മഹത്വമാണ് എന്നും നാം അവരെ ഓർമ്മപ്പെടുത്തണം. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ, ഇസ്ലാമിൻ്റെ മഹത്തായ ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷയും സമാധാനവും നമ്മുടെ സ്തുതികൾ അർഹിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ സംഗമങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും സ്തുതിയും നിറഞ്ഞു നിൽക്കണം. അള്ളാഹുവേ, ഞങ്ങളെ പടക്കുകയും ഞങ്ങൾക്ക് അന്നം നൽകുകയും നിനക്ക് വഴിപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും ചെയ്ത നിനക്കാണ് സർവസ്തുതികളും. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങളെ സ്വർഗത്തിലേക്കു നയിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്കു നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊരിക്കലും ആ മാർഗം നേടിയെടുക്കുമായിരുന്നില്ല. അള്ളാഹുവാണ് നമ്മുടെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നമുക്കാനന്ദത്തിന് വക നൽകിയത്. അതുകൊണ്ട് സ്തുതികളെല്ലാം അള്ളാഹുവിനാണ്. ആകാശത്തുനിന്ന് നന്മയുടെ മഴ വർഷിച്ച് നമ്മെ അനുഗ്രഹിച്ചത് അള്ളാഹുവാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ളതുപോലെ ആളുകൾ നിരാശരായി കഴിഞ്ഞാൽ അവർക്കു മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെ തൻ്റെ അനുഗ്രഹം അവൻ ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നു. രക്ഷകനും എപ്പോഴും സ്തുതികൾ അർഹിക്കുന്നവനുമാണവൻ. നിർഭയത്വം നിറഞ്ഞ രാജ്യവും പരസ്പരം കരുണയോടെ സ്നേഹത്തോടെ വർത്തിക്കുന്ന സമാധാനപൂർണമായ സമൂഹവും നാം അള്ളാഹുവിനെ മനസ്സറിഞ്ഞു സ്തുതിക്കുവാനുള്ള മതിയായ കാരണമാണ്. നമ്മുടെ നാടിൻ്റെ ധിഷണാശാലികളായ നേതൃത്വവും ആ നേതൃത്വത്തിലൂടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമായതും അള്ളാഹുവിനെ സ്തുതിക്കുവാനുള്ള ഏറ്റവും പരമമായ കാരണങ്ങളിലൊന്നാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ദുഃഖങ്ങൾ അകറ്റിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. നമ്മുടെ രക്ഷിതാവായ തമ്പുരാൻ ഏറെ പൊറുക്കുന്നവനും നന്ദി കാണിക്കുന്നവനുമാണ്. രക്ഷിതാവായ അള്ളാഹുവെ, ഞങ്ങളുടെ നാടിൻ്റെ സായുധ സേനയുടെ ധൈര്യവും സ്ഥൈര്യവും നിന്നെ സ്തുതിക്കുവാൻ മതിയായ കാരണമാണ്. അതുവഴിയാണ് ഞങ്ങളിന്ന് നിർഭയരായിരിക്കുന്നത്, ഞങ്ങളുടെ വിജയം സാധ്യമായത്. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഫഖുത്തിഅ ദാബിറുൽ ഖൗമില്ലദീന ളലമു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അക്രമികളായ ആ ജനത അങ്ങനെ നാമാവശേഷമായി. സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ് സർവസ്തുതികളും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.